യുദ്ധത്തിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞു തുടങ്ങാം. കാരണം നമ്മുടെ മാധ്യമങ്ങൾ പറയുന്ന വാർത്തകൾ പച്ചക്കള്ളമാണ്. ഇന്നലെ അബ്രഹാം ലിങ്കൺ അവരുടെ അമേരിക്കയുടെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ തകർത്തു എന്ന് ഒരു ലജ്ജയുമില്ലാതെ പറഞ്ഞ മാധ്യമങ്ങളാണ് നമ്മുടെ മാധ്യമങ്ങൾ. അതുകൊണ്ട് നമുക്ക് പ്രേക്ഷകരോട് സത്യസന്ധമായി എന്താണ് നടക്കുന്നതെന്ന് പറയണം. അപ്പോൾ ഇന്ന് കേൾക്കുന്ന ഏറ്റവും പുതിയ വാർത്ത ടെഹ്റാൻ കത്തുകയാണ്. ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് അതിഭീകരമായ ആക്രമണം B-2 ബോംബറുകൾ ബോംബിടുന്നു. B-2 ബോംബറുകൾ എന്ന് പറഞ്ഞാൽ അത് GBU-57 എന്ന് പറയുന്ന ഏറ്റവും മാരകമായ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള വിമാനങ്ങൾ B-2 ആണ്. ആ ബോംബറുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം നടക്കുന്നു എന്നാണ്. അപ്പോൾ എത്ര മാരകമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കാം. ഭൂമിക്ക് അടിയിലേക്ക് 100-300 മീറ്റർ വരെയൊക്കെ ആഴത്തിൽ പോയി പൊട്ടിത്തെറിക്കാൻ ശേഷിയുള്ളതാണ് GBU-57 ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്നൊക്കെയാണ് ഈ ഗാസ വാറിൻ്റെ സമയത്ത് നമ്മൾ കേട്ടിട്ടുള്ളത്. അത് ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ അത് വീഴുന്ന സ്ഥലം ഒരു പാടം ഉഴുതുമറിച്ച പാടം പോലെയായി മാറും. അതൊന്ന്. രണ്ടാമത്തത് വല്ലാതെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. ഇറാനിലെ മെഹ്റാബാദ് എയർപോർട്ട് ആക്രമിക്കപ്പെട്ടു. എയർപോർട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന വിഷ്വൽസ് വരുന്നുണ്ട്. അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു B-747 ബോയിങ്ങിൻ്റെ ആദ്യകാല വിമാനം, ആ വിമാനം അതിൻ്റെ നമ്പർ KC-747 ആണ്. B-747 13-1F എന്ന് പറയുന്ന ബോയിങ് വിമാനം കത്തുന്നു. ബോയിങ് വിമാനത്തിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിമാനത്തിനുള്ളിൽ വിമാനം ഫ്ലൈ ചെയ്യാൻ വേണ്ടി പാർക്ക് ചെയ്തിരുന്ന വിമാനമാണെന്ന് പറയുന്നു. അപ്പോൾ ഒരുപക്ഷെ അതിനകത്ത് ആളുകളുണ്ടെങ്കിൽ വലിയ കാഷ്വാലിറ്റി ഉണ്ടായിരിക്കും. 100-400 പേരെങ്കിലും മരിച്ചു പോയി. പഴയ വലിയ പ്രസിദ്ധമായ വിമാനമാണല്ലോ ബോയിങ് അല്ലേ? അത് ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് ജംബോ ജെറ്റ് വിമാനം എന്നാണ് അതിനെ പറയുക. ഞാനിപ്പോഴും ഓർക്കുന്നു, ഈ നമ്മുടെ റീഡേഴ്സ് ഡൈജസ്റ്റിലും പിന്നെ ടൈം ആഴ്ചപ്പതിപ്പിലൊക്കെ ഈ വിമാനത്തെ കുറിച്ചിട്ടുള്ള പരസ്യം വരും. ബോയിങ് കമ്പനി വിടുന്ന പരസ്യമാണ്. അവർ പറയുന്ന ഈ വിമാനത്തിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചിട്ട് പറയും, ഇഫ് യു ഡോണ്ട് ലൈക്ക് ദ മൂവി ജസ്റ്റ് വാക്ക് ഔട്ട് എന്ന്. കാരണം അതിൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സിനിമ ഉണ്ടാവുമല്ലോ, സിനിമ കാണിക്കുന്നുണ്ടാവും. പണ്ട് ഇതുപോലെ ഓരോരോ സീറ്റിലും അത് വന്നിട്ടില്ല, അന്ന് കോമൺ സ്ക്രീൻ വെച്ചിട്ടുണ്ടാവും. അതിലാണ് സിനിമ കാണുന്നത്. ഹെഡ്ഫോൺ വെച്ച് കണ്ടുകൊണ്ടിരിക്കാം നമുക്ക്. അപ്പോൾ ഇപ്പോൾ ഒരു സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ ആ സിനിമ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കാം എന്നുള്ളതിൻ്റെ ഒരു പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അപ്പുറത്ത് പോയി ഇരിക്കാം എന്നുള്ള സ്പേസ് ഉണ്ടെന്ന് പറയാൻ വേണ്ടി വിമാനത്തിൻ്റെ ബാറുണ്ട്. അവിടെ പോയിരുന്ന് കാപ്പി കുടിക്കുക, ചായ കുടിക്കുക, വർത്തമാനം പറയുക, കള്ളു കുടിക്കുക. 747 ഒക്കെ കാലഹരണപ്പെട്ടു. പിന്നെ ഇപ്പൊ ഡ്രീം ലൈനറൊക്കെയാണ്. ഡ്രീം ലൈനർ തന്നെ വന്ന് പല ഡ്രീം ലൈനറും ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞു എന്താ പരിശോധന നടത്താൻ വേണ്ടി. അപ്പോൾ ഇറാൻ ഇത്രയും 10-40 വർഷമുള്ള B-747 വെച്ചിട്ടാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സുനിൽ, അത് എന്തിനു ഉപയോഗിക്കണോ എന്നുള്ളതാണ്. യാത്രാ വിമാനമായിട്ടാണോ ഉപയോഗിക്കുന്നത്? അതാണ് അതിന് സാറ് പറഞ്ഞതാണ് അതിൻ്റെ പോയിന്റ്. ഞാൻ വായിച്ചത് ഡിഫൻസ് സൈറ്റുകളിൽ കണ്ടത്, അതായത് അമേരിക്കയ്ക്ക് സംശയമുണ്ട് ഈ വിമാനം ഇവർ സൈനിക ആവശ്യത്തിന് വേണ്ടി കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ. കാരണം സൈനിക വിമാനങ്ങൾ, ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ കുറവ് റീഫ്യൂവലിങ്ങിന് വേണ്ടിയിട്ട് ഈ ചൈനയിലേക്ക് പലതവണ ഈ വിമാനം ഫ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാനും ചൈനീസ് സഹായം തേടാൻ വേണ്ടി വിമാനം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ B-2 ബോംബർ ഉപയോഗിച്ചിട്ടുള്ള കാർപ്പറ്റ് ബോംബിംഗ് ഒക്കെ അവർ നടത്തുന്നുണ്ടെങ്കിലും അവർ ഇപ്പോൾ ഈ ഇറാൻ തന്നെ പറയുന്നത്, ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്ന 1332 ആളുകൾ മരിച്ചു എന്നാണ് ഔദ്യോഗിക കണക്ക്. പക്ഷെ അങ്ങനെ വലിയ തോതിലുള്ള സിവിലിയൻ കൂട്ടക്കൊലയൊന്നും അമേരിക്ക ലക്ഷ്യമിടുന്നില്ല. ടാർഗറ്റ് ചെയ്ത് പ്രിസിഷൻ സ്ട്രൈക്കാണ്. വളരെ കൃത്യമായി ഈ വിമാനത്തെ തകർക്കണമെന്ന് ഉദ്ദേശിച്ച് തന്നെയുള്ള ഒരു ആക്രമണം നടത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതായാലും ഇത് വരുന്നത് ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷമാണ്. ട്രംപ് പറഞ്ഞു നോട്ട് റീച്ച്, സറണ്ടർ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ, കീഴടങ്ങുക എന്നതും അല്ലാതെ വേറെ ലക്ഷ്യമൊന്നുമില്ല എന്ന് പറയുകയും ഒപ്പം തന്നെ ഈ ഞാൻ ചില സൈറ്റുകളിൽ കണ്ടു, ആക്സിയോണിലൊക്കെ കണ്ടു, അതായത് അമേരിക്ക ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു ടീമിനെ ഇറാനിൽ ഇറക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. അമേരിക്കൻ ബൂട്ട്സ് ഇറാനിലേക്ക് ഇറക്കാൻ ആലോചിക്കുന്നു. ആക്സിയോസ് അറിയാമല്ലോ, ആക്സിയോസിൽ ഒരു വാർത്ത കണ്ടു. അപ്പോൾ അങ്ങനെ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം കീഴടങ്ങുക അല്ലാതെ മാർഗമില്ല എന്ന് പറഞ്ഞാൽ അമേരിക്ക പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നല്ലേ പറയുന്നത്. അത് ഇന്നലെയും കൂടി പ്രസിഡന്റ് ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ടായിരുന്നു. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ആയുധം വെച്ച് കീഴടങ്ങുക, അതല്ലെങ്കിൽ ഞങ്ങൾ കൊല്ലും നിങ്ങളെ എല്ലാത്തിനും. ഇറാനിലെ സിവിലിയൻസിനോട് അദ്ദേഹം പറഞ്ഞിരിക്കണം, ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു വിരോധമില്ല, നിങ്ങളെ ഞങ്ങൾ ഉപദ്രവിക്കുകയില്ല, ഈ രാജ്യം നിങ്ങളുടെ രാജ്യമാണ്, നിങ്ങൾ ഈ ഭരണം ഏറ്റെടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഗവൺമെൻറ്റിനെ നിങ്ങൾ സ്ഥാപിക്കുക, അവിടെ അപ്പോയിൻ്റ് ചെയ്യുക, നിങ്ങൾ ഭരിക്കുക, ഞങ്ങൾ ഇതിനകത്ത് ഇടപെടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്.
പക്ഷേ ട്രംപ് വേറൊന്നുകൂടെ പറഞ്ഞു, അവിടുത്തെ അടുത്ത അയത്തുള്ള ആരായിരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അതെ അതെ, അത് ശരിയാണ്. കാരണം 40 വർഷമായി സുനിൽ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ആരാ? ഇറാനിലെ മുള്ളന്മാരും മൗലവിമാരും ഈ ആയത്തുള്ളമാരും. അവർക്ക് പേടിയുണ്ടാവാതിരിക്കും എത്രയാണെങ്കിലും. അമേരിക്കൻ സിറ്റിസൺസ് ഈ പശ്ചിമേഷ്യയിലെ എല്ലാ രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് വൻ വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, നിക്ഷേപങ്ങളുണ്ട്, അവർക്ക് വാണിജ്യ താല്പര്യങ്ങളുണ്ട്. അതിനെതിരായിട്ട് ഇവർ നിന്ന് കഴിഞ്ഞാൽ അമേരിക്കക്കാരുടെ ജീവിതത്തിന് എന്ത് സുരക്ഷിതത്വമുണ്ട്? അപ്പോൾ അതവർക്ക് ഉറപ്പാക്കണം എത്രയാണെങ്കിലും. ഞാൻ പറയാറില്ലേ, അമേരിക്കയുടെ പോളിസി കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് അമേരിക്കയുടെ 50 വർഷം 60 വർഷത്തിൽ കൂടുതലായിട്ടുള്ള ഒരേ ഒരു പോളിസി അമേരിക്കയ്ക്കുള്ളൂ. വി ഡോണ്ട് ഹാവ് പെർമനൻറ്റ് ഫ്രണ്ട്സ്, വി ഡോണ്ട് ഹാവ് പെർമനൻറ്റ് എനിമീസ്, വി ഡു ഹാവ് ഓൺലി പെർമനൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് ദാറ്റ്സ് അവർ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ്. വ്യാപാര താല്പര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഇപ്പം അവർ തൽക്കാലം എന്താ അമേരിക്ക ഔദ്യോഗികമായിട്ട് ഒരു ഭരണകൂടത്തെ മറിച്ചിടാനായിട്ട് അവർ ശ്രമിക്കണില്ല. ഇത് ആദ്യമായിട്ടാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇറാനിൽ അവർക്ക് താല്പര്യമുള്ള ഗവൺമെൻറ്റിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നിൽക്കണതെന്ന്. പണ്ടൊക്കെ കേരളത്തിലെ വിമോചന സമരമൊക്കെ അമേരിക്കൻ CIA ഫൈനാൻസ് ചെയ്തിരിക്കണേ. ഇത് ഞാൻ പറയണേ അല്ല കേട്ടോ, നമ്മുടെ ലോനപ്പൻ നമ്പാടനം സമരത്തിൽ പങ്കെടുത്തത് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. അത് മാത്രമല്ല, ഫാദർ വടക്കൻ എൻ്റെ കുതിപ്പും കിതപ്പും എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. എത്രയോ രാജ്യങ്ങളിൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അമേരിക്കയ്ക്ക് ഇഷ്ടമില്ലാത്തവരെ കണ്ട അവർ കൊല്ലും. വെനസ്വേല നമ്മൾ കണ്ടില്ലേ, പ്രസിഡന്റ് പിടിച്ചോണ്ട് പോയി. അയാളിപ്പോ എവിടെയുണ്ട്? ഇപ്പോ അയാളെ വല്ല പിടിപാടുണ്ടോ? അയാൾ എവിടെ പോലും ഇല്ല, എല്ലാവരും പറഞ്ഞു കൊണ്ടനാമോലും കൊണ്ടാക്കിയിട്ടുണ്ടാവും മിക്കവാറും. അവിടെ ഇരുന്ന് വല്ല ബൈബിൾ വായിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അമേരിക്ക അവരുടെ ജനങ്ങളുടെ സുരക്ഷിതത്വമാണ് അവർ ഉറപ്പാക്കാൻ നോക്കുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഈ 40 വർഷം പറഞ്ഞുകൊണ്ട് നടക്കുക ഞങ്ങൾ അമേരിക്കനെ ഇല്ലാതാക്കും എന്ന്. അതുപോലെ ഇപ്പോൾ സുനിൽ പറഞ്ഞില്ലേ, ഒരു ക്ലോക്ക് ഉണ്ട് ടെഹ്റാനിൽ. ഇസ്രായേലിന്റെ ഡെത്ത് 25 വർഷത്തിനുള്ളിൽ ഇസ്രായേൽ അവസാനിക്കും. അപ്പൊ ക്ലോക്ക് വന്ന് നിൽക്കും. ഇസ്രായേൽ വെറുതെ ഇരിക്കുമോ? ആ ക്ലോക്ക് ഇപ്പോൾ ഇല്ല, അത് പൊടിച്ചു താർന്നു. ഇസ്രായേൽ വെറുതെ ഇരിക്കും. അവർക്ക് നന്നായിട്ട് അറിയാം അവർ എന്താ ചെയ്യാൻ പോണെന്നുള്ളത്. ഇപ്പോൾ ഈ യുദ്ധം നിർത്താനായിട്ട് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് വിചാരിച്ചാൽ മാത്രമേ യുദ്ധം നിർത്താൻ പറ്റുള്ളൂ. ഒരു എന്താ ഈ ഇന്നിപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കണ ആരാണെന്നറിയാമോ? അമേരിക്ക. ഒരു ദിവസം 20,000 ബാരലാണ് അവർ എണ്ണ ഉൽപ്പാദനം. അപ്പോൾ ഈ ഒരു പ്രശ്നം എന്താ ആഗോള ഇതിനെ ബാധിക്കും. അത് മാത്രമല്ല, ഇന്ത്യനെ എങ്ങനെയാണ് ബാധിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കോടി ജനങ്ങളുണ്ട് പശ്ചിമേഷ്യയിൽ. ഈ 1 കോടി ജനങ്ങളുടെ ഭാവി തുലാസിലാണ്. ഇവരുടെ ഈ ഇറാൻ്റെ പെരുമാറ്റം കാരണം. ഇറാൻ ഇങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങൾക്കൊന്നും പോവാണ്ട് അവർക്ക് ആറ്റമിക് എനർജിയുടെ ആവശ്യമുണ്ടോ ഇറാന്? സുനിൽ പറ. അവർക്ക് ഓയിൽ റിച്ച് ആണ്. അവർക്ക് ഇഷ്ടംപോലെ ഓയിലുണ്ട്, എത്രയോ വർഷത്തേക്കുള്ള ഓയിലുണ്ട് അവർക്ക്. ഇതിൻ്റെ ആവശ്യമുണ്ടോ അവർക്ക്? അവരെന്തിനാ ഈ യുറേനിയം എൻറിച്ച്മെൻറ്റ് പ്ലാന്റും ആറ്റമിക് പവർ പ്ലാന്റ് സ്ഥാപിക്കണം? ഒരു ആറ്റമിക് പവർ പ്ലാന്റ് സ്ഥാപിക്കാമെന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, എന്തുമാത്രം കെയർഫുൾ ആയിരിക്കണം. അതിനകത്ത് തിരിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളാണ്. അപ്പോൾ അവർക്ക് ഞങ്ങൾക്ക് യുറേനിയം വേണോ, എൻറിച്ച് ചെയ്യണോ, ഞങ്ങൾക്ക് ആറ്റമിക് പ്ലാന്റ് വേണോ എന്നുള്ളത് ഞങ്ങളുടെ സൗകര്യമില്ലേ? ആറ്റമിക് ബോംബ് ആയി കഴിഞ്ഞാലും അത് ഈ ആറ്റമിക് പവർ പ്ലാന്റ് തുടങ്ങണേ. ആറ്റമിക് ബോംബ് അമേരിക്കയ്ക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും ഇന്ത്യക്കും ഒക്കെ മാത്രം ഉണ്ടായാൽ മതിയോ? എൻ്റെ സുനിൽ, ഇന്ത്യ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഈ ആറ്റമിക് ബോംബ് പാകിസ്ഥാനിൽ കൊണ്ടിടുന്നു പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഈ ആറ്റമിക് ബോംബ് ചൈനയെ കൊണ്ടിടുന്നു പറഞ്ഞിട്ടില്ല. അമേരിക്ക പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ഈ ആറ്റമിക് ബോംബ് ഉണ്ടാക്കി വെച്ചേക്കണ ഇന്ന രാജ്യങ്ങളിൽ ഇടാനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവരത് ഉപയോഗിക്കുന്ന ഒരു ഡിറ്ററൻ്റ് ആയിട്ടാണ്. ഡിറ്ററൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുനിലിൻ്റെ കയ്യിൽ ഒരു അഡ്വാൻസ്ഡ് തോക്കുണ്ട്, സൈലൻസറും അതും ഇതൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തോക്കുണ്ട്. അത് വെച്ച് വെടി വെച്ചാൽ ശബ്ദവും കേൾക്കുന്ന ആൾ ചാവുകയും ചെയ്യും. അങ്ങനെയുള്ള അതൊരു ഡിറ്ററൻ്റാണ് സുനിലിൻ്റെ കയ്യിലുള്ള. ഞാൻ അപ്പോൾ സുനിലിനെ അറ്റാക്ക് ചെയ്യുമോ? ഇല്ല. ഇതേ ആവശ്യമുള്ളൂ ഈ ന്യൂക്ലിയർ ബോംബിൻ്റെ കാര്യത്തിൽ. ചില ആളുകൾ പറയുന്നുണ്ട്, ഇവിടുത്തെ ചില ഭയങ്കര ഇറാൻ പക്ഷപാതികളായിട്ടുള്ള ആളുകൾ പറയും, ഓർത്തോ ഇതുപോലെ ഇന്ത്യയോടും ചെയ്യാം. ഇന്ത്യയോട് ചെയ്യത്തില്ല. കാരണം എന്തുകൊണ്ടാണ് കൊറിയയ്ക്ക് നേരെ കിമ്മിൻ്റെ കൊറിയയെ അമേരിക്ക ആക്രമിക്കാത്തത്? കിമ്മിൻ്റെ കയ്യിൽ മറ്റേ സാധനമുണ്ട്, ന്യൂക്ലിയർ ബോംബുണ്ട്, ഇന്ത്യയുടെ കയ്യിലും ഉണ്ട്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ആർക്കിട്ടാണ് ഈ ന്യൂക്ലിയർ ബോംബ് വയ്ക്കാൻ പോണത്?
അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെ. നാച്ചുറലി. സോ അവർ പറയും വേണ്ടാന്ന് പറയും. നിങ്ങൾ ഇന്ത്യൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിയിട്ട് അമേരിക്ക എന്തുമാത്രം ബഹളം ഉണ്ടാക്കി. 1998 പൊക്രാൻ എക്സ്പ്ലോഷൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവർ ഇന്ത്യക്കെതിരെ എംബാർഗോ പ്രഖ്യാപിച്ചു, ഓർക്കണില്ലേ? ഓർക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നമ്മൾ ഒരു ഈ പേന മേടിക്കണം അമേരിക്കയിൽ നിന്ന്. പേന മേടിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ ആദ്യം പരിശോധിക്കേണ്ടത് ഇത് ഡ്യുവൽ ടെക്നോളജി പേനയാണോ എന്നാണ് അവർ അന്വേഷിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേന കൊണ്ട് നമ്മൾ അറ്റോമിക് ബോംബുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും റിസർച്ച് ചെയ്യുമോ എന്നുള്ളത്. നമുക്ക് എന്തുകൊണ്ട് അവർ GSLV മിഷനുള്ള സാങ്കേതിക വിദ്യ തരാതിരുന്നത്? മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം, MTCR. ഇപ്പം അതിനെപ്പറ്റി ആരും പറയാറില്ല. 20-30 വർഷം അവർ നമ്മളെ എന്താ പറയണ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് അമേരിക്ക. ഈ പറയുന്ന സൗഹൃദമൊക്കെ ഇപ്പോഴും വന്നതല്ലേ. അന്ന് എങ്ങനെയെങ്കിലും ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റിൽ ഒപ്പിടിക്കണം ഇന്ത്യനെ കൊണ്ട്. ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പിൻ്റെ എല്ലായിടത്തും പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് ആര് വന്നാലും എൻ്റർടൈൻ ചെയ്യരുത്. എന്തിനേറെ പറയണു, ഇന്ത്യയിലത്തെ സയൻറ്റിസ്റ്റുകളെല്ലാം ആറ്റോമിക് എനർജി കമ്മീഷനിലെ ശാസ്ത്രജ്ഞന്മാർ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ബാബേനെ കൊന്നു. അത് മാത്രമല്ല, വർഷങ്ങൾക്ക് ശേഷം ഈ 1998 ന്യൂക്ലിയർ ബോംബ് പരീക്ഷണത്തിന് ശേഷം ഇന്ത്യയിൽ നിന്നുള്ള ഒരു സയൻറ്റിസ്റ്റുകൾക്കും അമേരിക്കയിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഒരു സെമിനാറിനൊക്കെ അപ്ലൈ ചെയ്താൽ കൊടുക്കൂലായിരുന്നു അവർ. ഇപ്പോഴാണ് കുറേച്ചെങ്കിലും ലഘുവായിട്ട് എന്തെങ്കിലും മാറ്റി വരുന്നത്. ബാക്കി ഇന്ത്യയുടെ ഈ മറ്റേ PSLV ഇല്ലേ, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, അല്ലെങ്കിൽ GSLV, അതൊക്കെ ഇന്ത്യൻ സയൻറ്റിസ്റ്റ് സ്വന്തം തലച്ചോറ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചതാണ്. അപ്പം അങ്ങനെയുള്ള അമേരിക്ക ഇറാനെ ഇത്രയും പ്രഖ്യാപിച്ചിരിക്കണം. അതായത് അമേരിക്കേനെയും പിന്നെ ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇറാനെ സഹിക്കുന്നു തോന്നുന്നുണ്ടോ? ഒന്നാമത്തെ അവന്മാർക്ക് ബോധമില്ല. ഈ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന വേർഷൻ വെച്ചിട്ടാണ് ഇൻഫിഡൽസിനെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലുക എന്നുള്ളതാണ് അവരുടെ പോളിസി. ഇത്രയും നാളും ഇസ്ലാം അഗെയിൻസ്റ്റ് ക്രിസ്ത്യാനിറ്റി, അഗെയിൻസ്റ്റ് ജൂതായിസം ആയിരുന്നു. ഇപ്പം മാറി. ഇപ്പോൾ സൗദി അറേബ്യയിലെ വഹാബി സുന്നീസാണ്, അവരെയും ആക്രമിച്ചു തുടങ്ങി. അപ്പോൾ അവർ വെറുതെ വിടുവോ? അവരും ചോദിക്കൂല്ലേ ഇനിയിപ്പം നിങ്ങൾക്ക് എന്തിനാ ന്യൂക്ലിയർ ബോംബ്? അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറാനെതിരെയുള്ള ആക്രമണത്തിന് ന്യായം ഒരുപാടുണ്ട്. തീർച്ചയായിട്ടും. സുനിൽ ഒരു കാര്യം, അത്യാവശ്യം ഷാറാസെ പഹ്ലവിയുടെ കാര്യത്തൊക്കെ സുനിൽ നന്നായിട്ട് വായിച്ചിരുന്നതാണ്. അയാൾ ഭരിച്ചിരുന്നപ്പോൾ ഇന്ത്യക്കെതിരെ വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ? അയാൾ യൂറോപ്യൻ കൾച്ചറിൻ്റെ ഭാഗമായിരുന്നു. അമേരിക്കയായിട്ടൊക്കെ വളരെ എന്താ പറയുക, ഇറാനിയൻ സിനിമകൾ ലോകത്തിലെ ഏറ്റവും മഹത്തായ സിനിമകളിലൊന്നായിരുന്നു. ഒക്കെ സമ്മതിച്ചു, എല്ലാം ശരിച്ചു. അന്ന് സിനിമ എടുക്കാനും സിനിമ പ്രദർശിപ്പിക്കാനും ഒക്കെ ഇറാനിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പലരും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല, ഇറാനിലെ പല നഗരങ്ങളും ടെഹ്റാൻ ഉൾപ്പെടെയുള്ള പല നഗരങ്ങളിലും പാശ്ചാത്യ നഗരങ്ങളെയാണ് അനുസ്മരിപ്പിച്ചിരുന്നത്. അവരാരും ചാക്കും കെട്ടുവിട്ട് മോന്തയും മൂടിക്കൊണ്ട് അവിടെ പെണ്ണുങ്ങളെ പുറത്തിറക്കാറുണ്ടായിരുന്നില്ല. അറബ് രാജ്യത്തെ പെണ്ണുങ്ങൾ എന്തിനാ ഈ ചാക്കും കെട്ടിട്ടുകൊണ്ട് നടക്കണമെന്ന് വെച്ചാൽ അറിയാമോ സുനിലിന്? മണൽക്കാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ആലുവയിൽ എറണാകുളത്ത് എവിടെയാ മണൽക്കാറ്റ്? അല്ല, സൗദിക്കാർ ഊരിക്കളഞ്ഞു. സൗദി രാജാവിൻ്റെ മക്കളും UAE രാജാക്കന്മാരുടെ മക്കളും ഒക്കെ ആധുനിക വേഷം ധരിച്ചാണ് നടക്കുന്നത്. ഞാൻ നമ്മുടെ ഈ സക്കീർ നായിക്കിൻ്റെ ഒരു ഇപ്പോൾ എവിടെയാണ്ട് പോയി ഒളിച്ച് അയാളുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്. നമ്മുടെ വനിതകൾ ഈ എന്താ പറയുക ബുർക്കയും മറ്റു മുഖം മൂടിക്കൊണ്ട് നടന്നാൽ അഡ്വാൻറ്റേജ് എന്താണെന്നറിയാമോ? അവർ ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള സാധ്യത 100% ഇല്ലാതാക്കുക. ആർക്ക് ബലാത്സംഗം ചെയ്യണം അവരെ? ഇത് അവരുടെ മനസ്സിൽ ഈ രൂപത്തിൽ ഒരാൾ നമ്മുടെ മുന്നിൽ അപ്രതീക്ഷിതമായി മുന്നിപ്പെട്ടാൽ പേടിച്ച് ചത്തുപോകും. അവരെ ബലാത്സംഗം ചെയ്യാനായിട്ട് ആരെങ്കിലും തുനിഞ്ഞിറങ്ങുമോ? നല്ല കാര്യം. വസ്ത്രം നോക്കിയിട്ടല്ലോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ആക്രമണങ്ങളിൽ ഇരുമ്പിന്റെ ഉടുപ്പ. ഇത് പറഞ്ഞതാണ് അയാള്, ഈ എന്താ സക്കീർ നായിക്ക് പറഞ്ഞതാണ് പ്രസംഗത്തില്. ഏതായാലും സാർ, ഇത് യുദ്ധം സംബന്ധിച്ച് ഒരുപാട് വ്യാജ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ യഥാർത്ഥ വാർത്തകളും യഥാർത്ഥ വിശകലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ വന്നൊരു വാർത്ത നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ US അമേരിക്കയിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ എബ്രഹാം ലിങ്കൺ തകർത്തു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മലയാളത്തിലെ ചാനലുകൾ വാർത്ത കൊടുക്കുന്നു. ഇപ്പം തന്നെ സുനിൽ പറഞ്ഞില്ലേ, ഒരു ഫോട്ടോഗ്രാഫ് ഇറാൻ അവരുടെ കുട്ടികളെ എന്താ പറയണ സംസാരിക്കാം, നമുക്ക് പ്രേക്ഷകരോട് പറയേണ്ടത്. ഇതേ ഒരു കാര്യമുണ്ട് സുനിൽ, ഞാൻ ഉള്ള കാര്യം പറയാം. സുനിൽ എത്ര വർഷം വർക്ക് ചെയ്തു പത്രത്തിൽ, എത്രയോ വർഷങ്ങൾ വർക്ക് ചെയ്തു. സുനിലിന് അതിൻ്റെ ആ ഒരു അവർ വാർത്ത കൊടുക്കുന്ന ശൈലി അറിയാമല്ലോ. ഈ പറഞ്ഞ എത്ര വലിയ സ്വതന്ത്ര പത്രാധിപരാണെങ്കിൽ കൂടി
അവരവരുടെ നിലനിൽപ്പും ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ സേഫ്റ്റിയൊക്കെ നോക്കിയിട്ടേ കൊടുക്കുള്ളൂ, വാർത്തയൊക്കെ കൊടുക്കുള്ളൂ. അല്ല, മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് അതൊന്നുമില്ല. കാരണം അമേരിക്ക വന്ന് നിഷേധിക്കാൻ പോണില്ല. അവർക്ക് ഒരു ദിവസം ഓടിച്ചു. ഇത് പ്രേക്ഷകരായ ഈ കുറെ ആളുകൾക്ക് കൈയടിക്കാൻ ഉള്ള ഒരു സംഭവം കൊടുക്കുന്നു. ഇന്നലെ വന്ന മറ്റൊരു വാർത്ത എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ കണ്ടില്ല, ഫേക്ക് ന്യൂസ് ആണ്. അതായത് അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് നമ്മുടെ എലീറ്റ് ഫോഴ്സ് ആണ്. ഡെൽറ്റ ഫോഴ്സിലെ കുറെ ആളുകളെ ഇറാൻ പട്ടാളക്കാർ പിടിച്ചു, എന്നിട്ട് അവരെ കൊന്നു. അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓടുകയാണ്. അല്ല, ഇത് മലബാറിലേക്ക് ഇതിന് വലിയ ഡിമാൻഡ് ആയിരിക്കും. പക്ഷേ നമ്മുടെ ഏഷ്യാനെറ്റും മനോരമയൊന്നും അറിഞ്ഞില്ല, അല്ലെങ്കിൽ അവരെന്തിനാ എടുത്ത് കൊടുത്തിരുന്നത്. 8-10 ഡെൽറ്റ ഫോഴ്സ് അംഗങ്ങളെ ഇറാൻ പിടികൂടി തട്ടിയിരിക്കുന്നു. സുനിൽ, ഞാനൊരു ചാനലിൽ, സ്വകാര്യ ചാനലിൽ വർക്ക് ചെയ്യേണ്ട കഷ്ടകാലം എനിക്കുണ്ടായി. ഞാൻ കണ്ടിട്ടുണ്ട് അവരെങ്ങനെയാ വാർത്ത കൊടുക്കണേന്ന്. സദാം ഹുസൈനെ പണ്ഡിതർ എന്നാണ് വിശേഷിപ്പിച്ചത്. പണ്ഡിതരാണ് അദ്ദേഹം. ഭാഗ്യം അദ്ദേഹത്തെ പിടിച്ചു കൊട്ടി. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ വാർത്ത എങ്ങനെയാണെന്നറിയാമോ? പണ്ട് ആകാശവാണിയിലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര അപ്പോൾ പറയൂ ഇങ്ങനെ, കഴക്കൂട്ട് നിന്നും കുഞ്ഞിരാമൻ, അല്ലെങ്കിൽ മറ്റേ കോഴിക്കോട് നിന്ന് ശിവരാമൻ, അതല്ലെങ്കിൽ ഇവിടുന്ന് അബ്ദുൽ ഖാദർ. ഈ പേരൊന്നും വന്നിട്ടൊന്നുമല്ല, ചുമ്മാ തട്ടി വിടണേണ്. അപ്പൊ ഈ പാട്ടിന് ഇത്ര പോപ്പുലാരിറ്റി ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. അതേപോലെ ഇപ്പൊ പക്ഷെ മാറി, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാർത്ത അതെ ഇഷ്ടപ്പെട്ട രീതിയിലാണ് കൊടുക്കേണ്ടത്. അതായത് ന്യൂസ് വിച്ച് നോയമ്പ് കാലത്താണോ കയ്യിൽ ചായ കുടിക്കുന്നതെന്ന് പറയുമ്പോൾ ചാനൽ മുതലാളി കപ്പ് ഉപേക്ഷിക്കുകയാണ്. ഇപ്പോഴത്തെ ന്യൂസ് വിച്ച് കുഡ് ബി സോൾഡ് ടു ദ വ്യൂവേഴ്സ്, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വാർത്തകൾ ഉണ്ടാക്കി കൊടുക്കുക. 4 ജൂതന്മാർ ചത്തിട്ടുണ്ടെങ്കിൽ അവർ പറയും 4 മറ്റേ എന്താ പറയണ, അല്ല 4 മുസ്ലിം സഹോദരന്മാർ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഈ മാധ്യമ സ്ഥാപനങ്ങളുടെയും അടുത്തൂടെ പോകുമ്പോൾ വലിയ ടക്ക് 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 എന്നുള്ള ശബ്ദം കേൾക്കാന്നറിയാം. വാർത്തകൾ വളച്ചൊടിക്കുന്ന അടിച്ച് തിരിക്കുകയാണ്. ഞാനൊരു പത്ര ഓഫീസിൽ പോയി, എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ പോയപ്പോൾ അവരുടെ എഡിറ്റോറിയൽ റൂമിൻ്റെ തൊട്ടടുത്തൊരു വലിയ ഹാളിൽ കുറെ കണ്ടെയ്നേഴ്സ് പ്ലാസ്റ്റിക് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. നമ്മൾ പെട്രോളൊക്കെ മേടിച്ചോണ്ട് അതിൽ 40 ക്യാനുകൾ നിരത്തി വെച്ചിട്ടുണ്ട്, ഒക്കെ വെള്ളം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ ഇവിടെ ഈ വെള്ളം കൊണ്ടെന്ന് വെച്ചാൽ, ഇതൊക്കെ വാർത്തയിൽ വെള്ളം ചേർക്കാനുള്ളതാണ്. വാർത്തയിൽ ചേർക്കാനുള്ള വെള്ളമാണ്. ഹൗ ഈസ് ഇറ്റ്? ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇന്ത്യ ലൈവ് വാർത്തയിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. കുമാർ ചെല്ലപ്പൻ സാർ ഇരിക്കുമ്പോൾ ഒട്ടും നടക്കത്തില്ല. അദ്ദേഹം വളരെ ആർജവത്തോടെ ജിയോ പൊളിറ്റിക്സും നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ ദേശീയവും അന്താരാഷ്ട്രീയവുമായ വാർത്തകൾ നോക്കിക്കാണുന്ന ഏറ്റവും മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകരാണ്. ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഇദ്ദേഹം എവിടെയായിരുന്നു എന്നുള്ളത്. ഇദ്ദേഹം പയനിയർ എന്ന് പറയുന്ന പത്രത്തിൽ ദീർഘകാലം ഇംഗ്ലീഷ് ദിനപത്രത്തിൻ്റെ റിപ്പോർട്ടറായിരുന്നു. അതിന് മുമ്പ് ഒരു ടെലിവിഷനിലുണ്ടായിരുന്നു, ദൂരദർശനിലുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും പ്രഗത്ഭനായ ഒരാളാണ് ഇത്തരം കാര്യങ്ങൾ വിലയിരുത്താൻ കുമാർ ചെല്ലപ്പൻ സാർ നമ്മുടെ മുന്നിലുള്ളത്. അദ്ദേഹത്തെ കണ്ടെത്തിയത് ഇന്ത്യ ലൈവ് വലിയ ഭാഗ്യമായി കരുതുന്നു. പ്രേക്ഷകർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ വാതായനങ്ങൾ ഇനിയും തുറക്കുന്നതാണ്. നിങ്ങൾ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സുനിലിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു ചീഫ് എക്സാമിനറുടെ മുമ്പിൽ ചോദ്യം ഇന്ററോഗേഷന് വിധേയമായി ഇൻട്രോഗേറ്റ് ചെയ്യണം, സ്ക്യൂസ് ചെയ്യണം, ഞെക്കി പിഴിഞ്ഞെടുത്ത് കൊടുക്കണം പ്രേക്ഷകർക്ക്. ഉറപ്പായും കുമാർ ചെല്ലപ്പൻ സാറിനെ പരമാവധി എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവിടെ നിന്നുള്ള അമൂല്യമായ രത്നങ്ങളും മരതകങ്ങളും പ്രേക്ഷകർക്ക് നൽകാനാണ് ഞങ്ങളിരിക്കുന്നത്. അദ്ദേഹം അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഷോയും നിങ്ങൾ മിസ്സാക്കാതിരിക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിവ് പോലെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നും ചെയ്യണ്ട, നമ്മുടെ ആ ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഉണ്ടല്ലോ, IND എന്ന് കാണുന്ന ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ പ്രൊഫൈൽ ഓപ്പണായി വരും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് അമർത്തുക, ഇപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണും ഒന്ന് അമർത്തുക. അങ്ങനെ ഞങ്ങളെ സഹായിക്കുക.